ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻഡെക്സ് നമ്പർ എന്ന കൺസെപ്റ്റിനെ പറ്റിയാണ് കണ്ടത്. ഈ വീഡിയോ അതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ച് ഒരു അറേ എലമെന്റിന്റെ വാല്യൂസ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്നും നമ്മൾ ഇൻസ്ലൈസ് ചെയ്യാത്ത എലമെന്റ്സിന്റെ വാല്യൂ എങ്ങനെയാണ് അറേയിൽ ആഡ് ചെയ്യുന്നതെന്നും നമുക്ക് ഈ വീഡിയോയിൽ കാണാം. നമുക്ക് സപ്പോസ് ഇവിടെ ഒരു അറേ കൊടുത്തിട്ടുണ്ട്. ഇൻഡെക്സ് നമ്പേഴ്സ് താഴെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് മനസ്സിലാക്കാനായിട്ട്. നമുക്ക് ഈ 23 എന്ന് പറയുന്ന എലമെന്റിന്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്ത് 45 ആക്കണം എന്ന് കരുതുക. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ എലമെന്റിന്റെ ഇൻഡെക്സ് നമ്പർ ഏതെന്ന് നോക്കുക. എന്നിട്ട് ആ ഇൻഡെക്സ് നമ്പറിനെ റെഫർ ചെയ്താണ്, ഇൻഡെക്സ് നമ്പറിനെ ബേസ് ചെയ്താണ് നമ്മൾ ഈ എലമെന്റിന്റെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. അതിനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ ഇവിടെ ഈ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം അറേയുടെ നെയിം എഴുതി ബ്രാക്കറ്റിന്റെ അകത്ത് ആ ഇൻഡെക്സ് നമ്പർ സ്പെസിഫൈ ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്ത് വാല്യൂ ആണോ ആ എലമെന്റിന് കൊടുക്കേണ്ടത് അതിന് ഈക്വൽ ടു ആ വാല്യൂ അങ്ങ് ആ ഇൻഡിവിജ്വൽ നമ്പർ അങ്ങ് മെൻഷൻ ചെയ്യുക എന്ന ജോലി മാത്രമേ ഉള്ളൂ. അത്ര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. ഇവിടെ ഇപ്പം പ്രസന്റ്ലി ഇൻഡെക്സ് നമ്പർ 0 വരുന്ന എലമെന്റിന്റെ വാല്യൂ 23 ആണ്. അതിനെ സപ്പോസ് ഇപ്പോൾ 45 ആക്കണമെങ്കിൽ ആ അറേ നെയിം മെൻഷൻ ചെയ്ത് ബ്രാക്കറ്റിൽ ആ പർട്ടിക്കുലർ ഇൻഡെക്സ് നമ്പർ നമ്മൾ മെൻഷൻ ചെയ്യുക. എന്നിട്ട് ഈക്വൽ ടു 45 എന്ന് കൊടുത്താൽ മതി. ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും ഈ ആദ്യത്തെ എലമെന്റ്, അതായത് 0 ഇൻഡെക്സ് നമ്പറിൽ വരുന്ന എലമെന്റിന്റെ വാല്യൂ 45 ആയി മാറുന്നു. സപ്പോസ് ഈ എലമെന്റ് 56 എന്ന എലമെന്റിന്റെ വാല്യൂ 70 ആക്കണം എന്ന് കരുതുക. നമ്മൾ ഈ 56ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഡെക്സ് നമ്പർ 2 ആണ്. ആ ഇൻഡെക്സ് നമ്പർ 2നെ നമ്മൾ മെൻഷൻ ചെയ്യുക, അറേ നെയിം എഴുതി ബ്രാക്കറ്റിൽ 2 എന്ന് മെൻഷൻ ചെയ്യുക. എന്നിട്ട് ഈക്വൽ ടു 70 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ 56നെ റീപ്ലേസ് ചെയ്ത് 70 എന്ന വാല്യൂ ആയിരിക്കും ആ എലമെന്റിൽ സ്റ്റോർ ആവുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആൾറെഡി അറേയിലുള്ള എലമെന്റ്സിന്റെ വാല്യൂ നമ്മൾ മോഡിഫൈ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ 45 എന്ന ഇൻറ്റീജർ നമ്പറാണ് കൊടുത്തത്. നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വേരിയബിളിനെ നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം. ആ വേരിയബിളിന്റെ വാല്യൂ എന്താണോ ആ വാല്യൂ ആയിരിക്കും ഈ എലമെന്റിലോട്ട് അസൈൻ ചെയ്യുന്നത്. ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഡെക്സ് നമ്പറിലുള്ള എലമെന്റിലോട്ട് അസൈൻ ചെയ്യുന്ന ഇവിടെ വരുന്ന വേരിയബിളിന്റെ വാല്യൂ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ എന്തെങ്കിലും മാത്തമാറ്റിക്കൽ ഇക്വേഷൻസും നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. ആ ഇക്വേഷൻ എക്സിക്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എത്രയാണോ ആ റിസൾട്ടിന്റെ വാല്യൂ ആയിരിക്കും ഈ എലമെന്റിലോട്ട് അസൈൻ ചെയ്യുന്ന, ഈ ഇൻഡെക്സ് നമ്പറിനെ ബേസ് ചെയ്തിട്ടുള്ള എലമെന്റിലോട്ട് അസൈൻ ചെയ്യുന്ന. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യുന്ന വേരിയബിൾസോ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഇക്വേഷനോ അതിന്റെ വാല്യൂ ഇപ്പോൾ എന്തെങ്കിലും ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആണെങ്കിൽ, അതായത് ഡെസിമൽ വാല്യൂ ഉള്ള നമ്പർ ആണെങ്കിൽ ആ ഡെസിമൽ വാല്യൂസ് സ്റ്റോർ ആവത്തില്ല, ഇൻറ്റീജർ നമ്പർ മാത്രമേ സ്റ്റോർ ആവത്തുള്ളൂ. സപ്പോസ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു വേരിയബിൾ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അതിന്റെ വാല്യൂ 10.35 ആണെങ്കിൽ 10 എന്ന വാല്യൂ മാത്രമേ അതിലോട്ട് ഈ നമ്പറിലോട്ട് സേവ് ആവത്തുള്ളൂ. ഈ ഇൻറ്റീജർ നമ്പർ, ഈ ഇൻഡെക്സ് നമ്പർ വരുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റിലോട്ട് ആ ഇൻറ്റീജർ മാത്രമേ സേവ് ആവത്തുള്ളൂ. 10.45 എന്ന വാല്യൂ ആണ് ആ വേരിയബിളിന് വരണമെങ്കിൽ 10 എന്ന വാല്യൂ മാത്രമേ സ്റ്റോർ ആവത്തുള്ളൂ. ബാക്കി 0.45 എന്ന് പറയുന്ന വാല്യൂ ഇഗ്നോർ ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഇക്വേഷന്റെ റിസൾട്ട് വരെ പറ്റും. ഡെസിമൽ പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്ത് ബാക്കി ഇൻറ്റീജർ നമ്പേഴ്സ് മാത്രമേ ഇതിലോട്ട് അസൈൻ ആവത്തുള്ളൂ. കാരണം ഈ നമ്പർ എന്ന് പറയുന്ന അറേ ഒരു ഇൻറ്റീജർ അറേ ആയിട്ടാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഇൻറ്റീജേഴ്സ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പം ഇങ്ങനെയാണ് അറേ എലമെന്റ്സിന്റെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്യുന്നതും അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്നതും. അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഇൻസ്ലൈസ് ചെയ്യാത്ത എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിന്റെ വാല്യൂ ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതിന്റെ എക്സാമ്പിൾസ് നമുക്ക് ഇവിടെ കാണാം. ഞാനിവിടെ ഒരു നം എന്ന് പേരുള്ള ഒരു അറേ ക്രിയേറ്റ് ചെയ്തു. ഇൻറ്റീജർ അറേ ആണ്. ഇൻറ്റീജർ അറേ ക്രിയേറ്റ് ചെയ്തു. അതിന്റെ സൈസ് ഫിക്സ് ചെയ്തിരിക്കുന്ന 5 ആയിട്ടാണ്. അതായത് അപ് ടു 5 എലമെന്റ്സ് നമുക്ക് ആ അറേയിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. എന്നിട്ട് ആദ്യത്തെ 3 എലമെന്റ്സിന്റെ വാല്യൂസ് ഞാൻ ഇവിടെ ഇൻസ്ലൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2, 5, 9 എന്നീ എലമെന്റ്സിന്റെ വാല്യൂസ് ആണ് ഞാൻ ഇൻസ്ലൈസ് ചെയ്തത്. ഈ 2, 5, 9 എന്നീ എലമെന്റ്സ് എന്ന് പറയുന്നത് ഇൻഡെക്സ് നമ്പർ 0, 1, 2 എന്നീ നമ്പേഴ്സ് ആണ് ഈ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇൻഡെക്സ് നമ്പർ 0, 1, 2. ഇൻഡെക്സ് നമ്പർ 3യും ഇൻഡെക്സ് നമ്പർ 4ലും വരുന്ന എലമെന്റ്സ് ഞാൻ ഇവിടെ ഇൻസ്ലൈസ് ചെയ്തില്ല. അതിന് നമുക്ക് ബാക്കിയുള്ള ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ നോക്കും. ഇൻഡെക്സ് നമ്പർ 3ൽ വരുന്ന എലമെന്റിന് ഈ അറേയിലോട്ട് സേവ് ചെയ്യാനായിട്ട് നം എന്ന് പറയുന്ന അറേ നെയിം മെൻഷൻ ചെയ്യുക. എന്നിട്ട് ബ്രാക്കറ്റിന്റെ അകത്ത് ഇൻഡെക്സ് നമ്പർ റെപ്രസെന്റ് ചെയ്യുക. എന്നിട്ട് ഈക്വൽ ടു ആ വാല്യൂ അങ്ങ് ഇൻറ്റീജർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ആ വരുന്ന 13 എന്ന വാല്യൂ ആയിരിക്കും ആ 3 എന്ന് പറഞ്ഞ ഇൻഡെക്സ് പൊസിഷനിലോട്ട്, ആ ഇൻഡെക്സ് നമ്പർ വരുന്ന എലമെന്റിലോട്ട് സേവ് ആവുന്നത്. അതുപോലെ തന്നെ 4ാമത്തെ ഇൻഡെക്സ് നമ്പറിൽ വരുന്ന എലമെന്റ്, അതായത് 5ാമത്തെ എലമെന്റ്, 4ാമത്തെ ഇൻഡെക്സ് നമ്പറിൽ വരുന്ന എലമെന്റ് വാല്യൂ സ്റ്റോർ ചെയ്യണോ ഇങ്ങനെ അറേ നെയിം മെൻഷൻ ചെയ്യുക, ബ്രാക്കറ്റിന്റെ അകത്ത് ഇൻഡെക്സ് നമ്പർ മെൻഷൻ ചെയ്യുക. എന്നിട്ട് ഈക്വൽ ടു കൊടുത്തിട്ട് ആ വാല്യൂവിന് നമുക്ക് കൊടുക്കാം. അപ്പം വാല്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും വേരിയബിൾ നമുക്ക് കൊടുത്താൽ ആ
വേരിയബിളിന്റെ വാല്യൂ ആയിരിക്കും ആ അറയിലോട്ട് സ്റ്റോർ ആവുന്നത്. ഇവിടെ ഇപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇത്രയായിരിക്കും ആ അറയുടെ വാല്യൂസ് എന്ന് പറയുന്നത്, എലമെന്റ്സ് എന്ന് പറയുന്നത്. 259 വരെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തു. ബാക്കിയുള്ള വാല്യൂസ് നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് വഴിയാണ് ഈ അറയിലോട്ട് സ്റ്റോർ ചെയ്തത്. അപ്പം ഇങ്ങനെ നമുക്ക് ഇന്റീജർ അറയിൽ നമുക്ക് വാല്യൂ സ്റ്റോർ ചെയ്യാം. അതുപോലെ തന്നെ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള അറേസിലും അല്ലെങ്കിൽ ഡബിൾ ഡാറ്റ ടൈപ്പിലുള്ള അറേസിലെല്ലാം ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് ബാക്കി എലമെന്റ്സിന്റെ വാല്യൂസ് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതേ ലോജിക് ഉപയോഗിച്ച് തന്നെ ക്യാരക്ടർ അറയിലുള്ള എലമെന്റ്സിനെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഞാൻ ഒരു നെയിം എന്ന പേരുള്ള ഒരു ക്യാരക്ടർ അറേ ഞാൻ ഡിക്ലെയർ ചെയ്തു. അതിന്റെ സൈസ് 6 ആണ്. സൈസ് 6 എന്ന് പറയുമ്പം 6 എലമെന്റ്സ്, അതായത് 6 ക്യാരക്ടേഴ്സ് നമുക്ക് ഈ അറയിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ ആറാമത്തെ എലമെന്റ് ശ്രദ്ധിക്കുക, ആറാമത്തെ എലമെന്റ് എന്നുള്ളത് നൾ ക്യാരക്ടർ ആയിരിക്കും. അത് മാത്രം നമുക്ക് എൻ്റർ ചെയ്യാനൊക്കത്തില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റർ ചെയ്യാവുന്നതാണ്. ബാക്കി 5 എലമെന്റ്സ് ആണ് നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഈ 5 എലമെന്റ്സ് എന്ന് പറയുമ്പോൾ 5 എലമെന്റ്സിൽ ആദ്യത്തെ 3 എലമെന്റ്സ് ആണ് ഞാനിവിടെ ഇനിഷ്യലൈസ് ചെയ്തത്. CAR എന്നീ 3 ക്യാരക്ടേഴ്സ് ഞാനിവിടെ ഇനിഷ്യലൈസ് ചെയ്തു. ഇനി നമുക്ക് ബാക്കി 2 എലമെന്റ്സും കൂടെ നമുക്ക് ഈ അറയിലോട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ആ ബാക്കിയുള്ള 2 എലമെന്റ്സിന് ഞാൻ ഇങ്ങനെ നമ്മൾ നേരത്തെ ഇന്റീജർ അറയിൽ എലമെന്റ്സ് ആഡ് ചെയ്ത പോലെ തന്നെ ക്യാരക്ടർ അറയിലും ഈസി ആയിട്ട് നമുക്ക് ഈ ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്ത് കൊടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ക്യാരക്ടർ അറയിൽ നമ്മൾ ഈ വാല്യൂസ് എൻ്റർ ചെയ്യുമ്പോൾ സിംഗിൾ കോഡ്സിൽ വേണം ആ ക്യാരക്ടേഴ്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ. ഇവിടെ ഇന്റീജേഴ്സ് നമ്മൾ ഈസി ആയിട്ട് കോഡ്സ് ഒന്നും ഇല്ലാതെ തന്നെ മാർക്ക് ചെയ്ത് നമുക്ക് വേരിയബിൾസും ഇക്വേഷൻസും എല്ലാം ഡയറക്റ്റ്ലി നമുക്ക് ഇങ്ങനെ എഴുതാം. പക്ഷേ ക്യാരക്ടർ അറയിൽ ഒരു ക്യാരക്ടറാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടെങ്കിൽ അതിനെ സിംഗിൾ കോഡ്സിന്റെ അകത്ത് വേണം കാണിക്കേണ്ടത്. അങ്ങനെ സിംഗിൾ കോഡ്സിന്റെ അകത്ത് കാണിച്ച് ഓരോ ക്യാരക്ടറായിട്ട് നമുക്ക് ഈ വേരിയബിളിലോട്ട് എൻ്റർ ചെയ്യാം. ശ്രദ്ധിക്കുക, ഇവിടെ സൈസ് 6 ആണ്. സൈസ് 6 എന്ന് പറയുമ്പോൾ ഇൻഡെക്സ് നമ്പേഴ്സ് 0 to 5 ആണ് വരുന്നത്. പക്ഷേ ഇൻഡെക്സ് നമ്പർ 5 വരുന്ന ആ ക്യാരക്ടർ നമുക്ക് എൻ്റർ ചെയ്യാനൊക്കത്തില്ല, അത് നൾ ക്യാരക്ടർ ആണ്. ബാക്കി 0 മുതൽ 4 വരെയുള്ള ഇൻഡെക്സ് നമ്പേഴ്സിൽ വരുന്ന ക്യാരക്ടേഴ്സ് ആണ് എലമെന്റ്സിനെ നമുക്ക് ഈ അറയിലോട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ CAR എന്ന് സ്റ്റോർ ചെയ്ത ആ അറയുടെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയായിട്ടുമായിരിക്കും മാറുന്നത്. കാർഗോ എന്ന അത്രയും ക്യാരക്ടേഴ്സ് നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ശ്രദ്ധിക്കുക, സൈസ് 6 ആണ് ഉള്ളത്. 6 എന്ന് പറയുമ്പോൾ 0 to 5 ഇൻഡെക്സ് നമ്പർ 0 to 5 എന്നീ 6 എലമെന്റ്സ് നമുക്ക് അതിൽ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അവസാനത്തെ എലമെന്റ് ഒരു നൾ ക്യാരക്ടർ ആയിരിക്കും. നമ്മൾ സ്റ്റോർ ചെയ്തില്ല എങ്കിലും ഓട്ടോമാറ്റിക്കലി ഈ ക്യാരക്ടർ ആയിരിക്കും അതിൽ സ്റ്റോർ ആവുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിച്ച് അറയുടെ വാല്യൂസ് ചേഞ്ച് ചെയ്യാം, മോഡിഫൈ ചെയ്യാം. നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യാത്ത വാല്യൂസ് അറയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനൊക്കെ സാധിക്കും. ഇനി നമുക്ക് 1-2 കാര്യങ്ങളും കൂടെ നോക്കാം. ഒരു വേരിയബിളിന് അറയിലുള്ള ഒരു എലമെന്റിന്റെ വാല്യൂ എങ്ങനെയാണ് അസൈൻ ചെയ്യുന്നത് എന്ന് നോക്കാം. ഇവിടെ ഞാൻ 2 ഇന്റീജേഴ്സ്, ഇന്റീജർ ഡാറ്റ ടൈപ്പിൽ ഒരു വേരിയബിളും ഒരു അറയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വേരിയബിളിന്റെ പേര് എയും അറയുടെ പേര് ബിയും എന്നാണ് അസൈൻ ചെയ്തത്. ഈ അറയുടെ സൈസ് 5 ആയിട്ട് ഞാൻ സെറ്റ് ചെയ്തു. എന്നിട്ട് ആ 5 എലമെന്റ്സിനെ ഞാൻ ഇവിടെ ഇനിഷ്യലൈസ് ചെയ്തു. എനിക്ക് ഇവിടെ വേണ്ടത് ഈ എലമെന്റ്സിലുള്ള ഈ അറയിലുള്ള ഒരു പർട്ടിക്കുലർ എലമെന്റിന്റെ വാല്യൂ എനിക്ക് ഈ എ എന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യണം. സപ്പോസ് ഈ വരുന്ന 7 എന്ന എലമെന്റ്, ഈ വാല്യൂ 7 എന്ന വാല്യൂ എനിക്ക് ഈ എ എന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യണം. അതിന് വേണ്ടിയുള്ള സ്റ്റേറ്റ്മെന്റ് ഞാൻ ദാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് A = എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ പർട്ടിക്കുലർ 7 എന്ന വാല്യൂ വരുന്ന എലമെന്റ് ഇൻഡെക്സ് നമ്പർ ഏതാണോ ആ ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ച് ആ അറേ അങ്ങ് മെൻഷൻ ചെയ്താൽ മതി. അറേ നെയിം എഴുതുക, ബ്രാക്കറ്റിനകത്ത് ഇൻഡെക്സ് നമ്പർ റെപ്രസെന്റ് ചെയ്യുക. അപ്പം ഈ ഇൻഡെക്സ് നമ്പറിൽ വരുന്ന വാല്യൂ എന്താണോ ആ പർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും A എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഈ A എന്ന വേരിയബിളിന്റെ വാല്യൂ നമ്മൾ പ്രിന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും വരുന്നത്. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ അറയിലുള്ള ഒരു എലമെന്റ്, ഒരു പർട്ടിക്കുലർ എലമെന്റിന്റെ വാല്യൂ അത് മാത്രമായിട്ട് എടുത്ത് ഒരു വേരിയബിളിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്തു. അപ്പൊ അതിനെല്ലാം ഈ ഇൻഡെക്സ് നമ്പർ ആണ് നമ്മൾ ബേസ് ചെയ്യുന്നത്. ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ചാണ് ഒരു അറയിലുള്ള ഏത് എലമെന്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, ഈ ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ചാണ്. അതുപോലെ തന്നെ വേറെ ഒരു മോഡിഫിക്കേഷൻ ഇവിടെ കാണാം. ഞാൻ മുകളിൽ കാണിച്ച സെയിം അറേ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇവിടെ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഇതിലുള്ള ഒരു എലമെന്റിന്റെ വാല്യൂ ഞാൻ മോഡിഫൈ ചെയ്യുകയാണ്. ഇവിടെ ഈ 7 എന്ന എലമെന്റ് ഇവിടെ തന്നിട്ടുണ്ട്. ആ 7 എന്ന എലമെന്റിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്താണോ അത് ഈ എലമെന്റിലോട്ട് അങ്ങ് സേവ് ചെയ്യണം. അതായത് ഈ 7നെ റീപ്ലേസ് ചെയ്ത് ആ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ അങ്ങ് സ്റ്റോർ ചെയ്യണം. അപ്പൊ അതിനുള്ള ഇക്വേഷൻ ആണ് ഞാൻ ഇവിടെ ഈ കൊടുത്തിരിക്കുന്നത്. ഈ 7 എന്ന് പറയുന്ന ഇൻഡെക്സ് നമ്പർ 2 വരുന്ന വാല്യൂ ആണ് ഈ 7. അതായത് ഇൻഡെക്സ് നമ്പർ 1, ഇൻഡെക്സ് നമ്പർ 2, ഇൻഡെക്സ് നമ്പർ 0, ഇൻഡെക്സ് നമ്പർ 1, ഇൻഡെക്സ് നമ്പർ 2.
അപ്പൊ ഈ ഇൻഡെക്സ് നമ്പർ 2 വെച്ചിട്ടാണ് ഞാൻ അറേ റെപ്രസെന്റ് ചെയ്തത്. ബി എന്ന പേര് അറേ നെയിം എഴുതി എന്ന് ബ്രാക്കറ്റിൽ 2 എന്ന ഇൻഡെക്സ് നമ്പർ മെൻഷൻ ചെയ്തു. എന്നിട്ട് ഈക്വൽ ടു ഇട്ടിട്ട് ആ 7 എന്ന വാല്യൂ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ആ അറേ ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്തു. ബി ഓഫ് 2 എന്ന് എഴുതി, എന്നിട്ട് ഇൻറ്റു 5 എന്ന് കൊടുത്തു. ഇവിടെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ എലമെന്റ് വാല്യൂ എന്താണോ, ഈ ബി ഓഫ് 2 എന്ന് പറയുന്ന അറേ എലമെന്റ് വാല്യൂ എന്താണ് അതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ എലമെന്റ് വാല്യൂ എന്ന് വെച്ചാൽ 7 ആണ്. ഇൻഡെക്സ് നമ്പർ 2 വരുന്ന എലമെന്റ് വാല്യൂ 7 ആണ്. അതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട്, ആ റിസൾട്ടിനെ നമ്മൾ ഈ എലമെന്റിലോട്ട് അസൈൻ ചെയ്യുന്നു. അതായത് ഇവിടെ 7 എന്ന വാല്യൂവിനെ 35 എന്ന വാല്യൂ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. ആ ഒരു സംഭവമാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പം ഇങ്ങനെയൊക്കെ രീതിയിൽ നമുക്ക് അറേയിലുള്ള വാല്യൂസിനെ നമുക്ക് മോഡിഫൈ ചെയ്യാം, ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാനൊക്കെ സാധിക്കും. ഇനി ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയാം. ഇത് തെറ്റായിട്ടുള്ള രീതിയാണ്. ഞാനിവിടെ 2 അറേ ക്രിയേറ്റ് ചെയ്തു. എ എന്നും ബി എന്നും പേരുള്ള സെയിം സൈസിലുള്ള, സൈസ് 3 ആണ്, സെയിം സൈസിലുള്ള 2 അറേസ്, ഞാൻ ഇൻഡീജർ അറേസ് ഞാനിവിടെ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് ബി എന്ന അറേക്ക് മാത്രം ഞാൻ ഈ 3 വാല്യൂസ് ഇൻസ്ലേസ് ചെയ്തു. 5, 8, 9 എന്നീ 3 വാല്യൂസ് അസൈൻ ചെയ്തു. എനിക്ക് വേണ്ടത് എ എന്ന അറേയിലുള്ള ബി എന്ന അറേയിലുള്ള വാല്യൂസ് എല്ലാം അതുപോലെ തന്നെ എ എന്ന അറേയിലോട്ടും കോപ്പി ചെയ്യണം. അതായത് ബി എന്ന അറേയിൽ ഈ സേവ് ചെയ്ത 3 വാല്യൂസും അതുപോലെ തന്നെ എ എന്ന അറേയിലോട്ട് സേവ് ചെയ്യണം, അതായത് സ്റ്റോർ ചെയ്യണം. അങ്ങനെ സ്റ്റോർ ചെയ്യാനായിട്ട് എനിക്കൊരിക്കലും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല. എ എന്ന് എഴുതി സെറ്റ് ഓഫ് ബ്രാക്കറ്റ്സ് ഇട്ട് ഈക്വൽ ടു ബി എന്ന് എഴുതിയ സെറ്റ് ഓഫ് ബ്രാക്കറ്റ്സ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ട് കൊടുത്തത്, അതായത് ബി എന്ന അറേയുടെ വാല്യൂ അതുപോലെ എ എന്ന അറേയിലോട്ട് കോപ്പി ചെയ്യുക എന്ന് പറയും പോലെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഒക്കത്തില്ല. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി അത് സിന്റാക്സ് എറർ കാണിക്കും. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വർക്ക് ആവത്തില്ല. ഒരു അറേയിലുള്ള എലമെന്റ്സ് അതുപോലെ തന്നെ മറ്റൊരു അറേയിലോട്ട് കോപ്പി ചെയ്യണമെങ്കിൽ വേറെ ഒരു രീതിയാണ് ഉള്ളത്. അല്ലാതെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വർക്ക് ആവത്തില്ല. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വർക്ക് ആവത്തില്ല. എ ഈക്വൽ ടു ബി, അതായത് ബിയിലുള്ള വാല്യൂസ് എയിലോട്ട് അസൈൻ ചെയ്യുക എന്ന രീതിയിലും നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് എഴുതാനൊക്കത്തില്ല. ഈ എയും ബിയും എന്ന് പറയുന്നത് വേരിയബിൾസ് ആയിട്ട് എടുക്കത്തുള്ളൂ, അറേ ആയിട്ട് എടുക്കത്തില്ല. എന്നാൽ ഇവിടെ എ ബ്രാക്കറ്റ് വിട്ട് ഈക്വൽ ടു ബി അറേ നെയിം എഴുതി ബ്രാക്കറ്റ് വിട്ട് കൊടുത്തിട്ട് ഇതിലുള്ള വാല്യൂസ് എല്ലാം എയിലോട്ട് കോപ്പി ചെയ്യുക എന്ന് പറഞ്ഞാലും അത് വർക്ക് ആവത്തില്ല. ഈ 2 രീതിയും സിന്റാക്സ് എറർ കാണിക്കും. ഒരു അറേയിലുള്ള വാല്യൂസ് അതേപടി മറ്റൊരു അറേയിലോട്ട് കോപ്പി ചെയ്യാനായിട്ട് വേറെ ഒരു മെത്തേഡാണുള്ളത്. അത് നമ്മൾ ഇനി വരുന്ന വീഡിയോ സെഷൻസിൽ കാണും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ബേസിക് ആയിട്ട് അറേയിലുള്ള എലമെന്റ്സ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, ഇൻഡിവിജ്വൽ എലമെന്റ്സ് ആയിട്ട് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, ഇൻഡിവിജ്വൽ എലമെന്റ്സ് ആയിട്ട് എങ്ങനെയാണ് മോഡിഫൈ ചെയ്യുന്നത്, ഇൻസ്ലൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ എലമെന്റ്സിനെ എങ്ങനെ മോഡിഫൈ ചെയ്യുന്നു, ഇൻസ്ലൈസ് ചെയ്യാത്ത എലമെന്റ്സിനെ പിന്നെ എങ്ങനെ ആഡ് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. താങ്ക് യു.